ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ദൈവവചനത്തിൻ്റെ മുൻപിലേക്ക് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി കടന്നു വരികയാണ്. വചനത്തിലൂടെ ദൈവിക രഹസ്യങ്ങളെ അല്ലെങ്കിൽ ദൈവിക വെളിപ്പെടുത്തലുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് പ്രകാശമായി തീരാൻ നമുക്കൊന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മൾ ഈ കാലഘട്ടത്തിൽ പലപ്പോഴും പറയാറുണ്ട്, ലോകം തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, മനുഷ്യരെല്ലാം പാപത്തിൻ്റെ വഴിയേ പോകുന്നു, ഈ പോക്ക് എങ്ങോട്ടാണെന്നറിയില്ല, ഈ ലോകം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ലോകം പാപത്തിൻ്റെ അന്ധകാരത്തിലായിരിക്കുന്നു. പക്ഷേ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യാശാജനകമായ ഒരു വാക്യം നമ്മൾ കാണും. അത് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 4-5 തിരുവചനങ്ങളാണ്. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുക: അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. എത്രയോ പ്രത്യാശാഭരിതമായ ഒരു വചനമാണിത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മുറി നിറയെ അന്ധകാരമാണെങ്കിലും ഒറ്റ തിരിമതി ആ അന്ധകാരത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാൻ. അപ്പോൾ ഇന്ന് ലോകത്തിൽ തിന്മ പെരുകുന്നു, പാപത്തിൻ്റെ അന്ധകാരം വ്യാപിക്കുന്നു എന്ന് പരിതപിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി, ആരും പ്രകാശം തെളിക്കുന്നില്ല എന്നതാണ് കാരണം. ഇവിടെയാണ് ഈശോനാഥൻ നമുക്ക് നൽകുന്ന ദൗത്യം പ്രധാനമാകുന്നത്. ദൗത്യം മറ്റൊന്നുമല്ല, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുക. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുക, അതായത് പ്രകാശം തെളിക്കുക എന്നർത്ഥം. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ ഈശോ ഇങ്ങനെ പറയും: ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. അതേ ഈശോ തൻ്റെ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രൈസ്തവ ജീവിതം എങ്ങനെയാണ് ഈ ലോകത്തിൽ പ്രശോഭിക്കേണ്ടതെന്ന് ഈ 2 വചനങ്ങളെ ചേർത്ത് വെച്ചാൽ നമുക്ക് മനസ്സിലാകും. അതായത്, പ്രകാശമായ ഈശോയിൽ നിന്ന് ആ പ്രകാശം സ്വീകരിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുക. ഇതാണ് ക്രൈസ്തവ ദൗത്യം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചന്ദ്രൻ പ്രകാശിക്കുന്നു. എങ്ങനെ പ്രകാശിക്കുന്നു? സൂര്യനിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് ആ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുമ്പോഴാണ് ചന്ദ്രൻ പ്രകാശിക്കുക. ഈ സൂര്യൻ്റെ പ്രകാശം സ്വീകരിക്കുന്നതിൽ വിമുഖത കാണിക്കുമ്പോൾ ആ ചന്ദ്രൻ്റെ പ്രകാശം ഇല്ലാതായിക്കൊണ്ടിരിക്കും. ഇവിടെ ഈശോ പറയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഈശോയാകുന്ന പ്രകാശത്തെ ജീവിതത്തിൽ ഏറ്റുവാങ്ങി അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. ഇതാണ് ക്രൈസ്തവ ദൗത്യം. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ സാക്ഷികളാകാൻ നാം എന്ത് ചെയ്യണം? വചനം പറയുകയാണ്, യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം 34-35 തിരുവചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കും: ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ അതുവഴി ലോകമറിയും നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന്. അപ്പോൾ എങ്ങനെയാണ് ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതം ലോകത്തിൽ വ്യക്തമാകുന്നത്? അവൻ സ്നേഹത്തിൻ്റെ സാക്ഷിയാണോ എന്നതാണ് പരിശോധനാ വിഷയം. ഇവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം,
ഈശോ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്നല്ല, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ, ഏത് സ്നേഹം? ഈശോ സ്നേഹിച്ച സ്നേഹം നിങ്ങൾക്ക് പരസ്പരമുണ്ടെങ്കിൽ നിങ്ങൾ ഈശോയുടെ ശിഷ്യരായിത്തീരും. അല്ലെങ്കിലോ ക്രിസ്തു ശിഷ്യനെന്ന് പേര് പറഞ്ഞ് നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും നിന്നിലൂടെ ക്രിസ്തുവിൻ്റെ പ്രകാശം മറ്റുള്ളവരറിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ വ്യക്തമാക്കുക, ഈശോയുടെ അന്ത്യശാസനത്തിൽ ഈശോ സൂചിപ്പിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്നേഹമായ ദൈവത്തെ അനുഭവിച്ചറിയണം. 2, ഈ അനുഭവിച്ചറിഞ്ഞ ദൈവത്തെ, ഏത് ദൈവത്തെ? സ്നേഹമായ ദൈവത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കണം. ഇത് 2ഉം പൂർണ്ണമായാലേ ക്രിസ്തു ശിഷ്യൻ്റെ ദൗത്യം പൂർണ്ണമാവുകയുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ തൻ്റെ സുവിശേഷത്തിലും ലേഖനത്തിലുമെല്ലാം ഈ സ്നേഹം തന്നെയായ ദൈവത്തെക്കുറിച്ചാണ് പറയുക. അതിന് കാരണം മറ്റൊന്നുമല്ല, അനുഭവിച്ചറിഞ്ഞതാണ് യോഹന്നാൻ ശ്ലീഹ പ്രഘോഷിച്ചതും എഴുതി ചേർത്തതും. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുക, ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തിന് ഞങ്ങൾ സാക്ഷ്യം നൽകുന്നു. എപ്പോഴേ സാക്ഷ്യം നൽകാൻ പറ്റുകയുള്ളൂ? കണ്ണുകൊണ്ട് കണ്ട് കാതുകൊണ്ട് കേട്ട് കൈകൾ കൊണ്ട് സ്പർശിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് സാക്ഷ്യം നൽകാൻ പറ്റൂ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പ്രതിസന്ധി വരുമ്പം ഇട്ടിട്ട് പോകും. അനുഭവിച്ചറിഞ്ഞാൽ പ്രതിസന്ധി ഉണ്ടായാലും ഇട്ടിട്ട് പോകുകയില്ല. അതാണ് രക്തസാക്ഷികളിൽ നിറഞ്ഞ അഭിഷേകം എന്ന് പറയുക. രക്തസാക്ഷികൾ ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞു. അനുഭവിച്ചറിഞ്ഞ സത്യത്തെ സാക്ഷ്യപ്പെടുത്താതിരിക്കാനാവില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സാക്ഷ്യത്തിൻ്റെ അഭിഷേകം നമ്മളിൽ നിറയണമെങ്കിൽ ഒന്ന്, ദൈവത്തെ അനുഭവിച്ചറിയണം. അത് സ്നേഹമായ ദൈവത്തെ അനുഭവിച്ചറിയണം. പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തൻ്റെ സുവിശേഷത്തിൽ തന്നെക്കുറിച്ച് എവിടെയെല്ലാം പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം പറഞ്ഞു വയ്ക്കുന്നത് ഈശോ സ്നേഹിച്ച ശിഷ്യനെന്ന. ഞാൻ യോഹന്നാൻ ശ്ലീഹ എന്നല്ല, മറിച്ച് ഈശോ സ്നേഹിച്ച ശിഷ്യൻ. തന്നെക്കുറിച്ച് പറയുകയാണ് ഈശോ സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറഞ്ഞാൽ തൻ്റെ വ്യക്തിത്വത്തെ, തൻ്റെ ഐഡൻറ്റിറ്റിയെ ഈശോയുടെ സ്നേഹവുമായി ഈ യോഹന്നാൻ ശ്ലീഹ അഭേദ്യമായിട്ട് ബന്ധപ്പെടുത്തി നിർത്തുകയാണ്. ഈശോ എല്ലാവരെയും സ്നേഹിച്ചില്ലേ? സ്നേഹിച്ചു. എല്ലാ ശിഷ്യന്മാരെയും ഈശോ സ്നേഹിച്ചില്ലേ? സ്നേഹിച്ചു. പക്ഷേ ഏറ്റവും അധികം ഈ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ശിഷ്യൻ പറയുക, ഞാൻ ഈശോ സ്നേഹിച്ച ശിഷ്യനാണ്, ഞാൻ ഈശോ കരുതിയ ശിഷ്യനാണ്, ഞാൻ ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞവനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ ദൈവം സ്നേഹമാണ്, ദൈവം സ്നേഹമാണ്, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്, ഇത് ആവർത്തിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അഭിഷേകം കിട്ടാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹമായ ദൈവത്തോട് ചേർന്നിരിക്കണം. ഇനി എങ്ങനെയാണ് യോഹന്നാൻ ശ്ലീഹ തൻ്റെ ജീവിതത്തിൽ ഈ സ്നേഹത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ചത്? ഒന്നാമത്തെ കാരണം, യോഹന്നാൻ ശ്ലീഹ ഈശോയോട് കൂടെ വസിച്ചു. സ്നാപക യോഹന്നാൻ തൻ്റെ 2 ശിഷ്യന്മാരോട് കൂടി നിൽക്കുമ്പോൾ, അതിലൊന്ന് ഈ യോഹന്നാൻ ശ്ലീഹയാണ്. ഈശോ കടന്നു വരുന്നത് കണ്ടു. ഉടനെ സ്നാപക യോഹന്നാൻ ഈശോയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇത് പറഞ്ഞ് കേട്ട ഉടനെ ഈ 2 ശിഷ്യന്മാർ ഈശോയെ അനുഗമിച്ചു. ഈശോയെ അനുഗമിച്ച ഈ 2 ശിഷ്യന്മാരുടെ നേരെ ഈശോ തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ അന്വേഷിക്കുന്നത്? അപ്പോൾ ഇവർ പറഞ്ഞു, ഗുരു, അങ്ങ് എവിടെ വസിക്കുന്നു എന്ന് അറിയണം. ഈശോ പറഞ്ഞു, വന്ന് കാണുക. യോഹന്നാൻ സുവിശേഷകൻ പറഞ്ഞു വയ്ക്കുകയാണ്, അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂറായിരുന്നു.
നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ സംഭവം നടക്കുന്നത് ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം AD 28-29 വർഷത്തിന് അടുത്ത്. ഈ സുവിശേഷം എഴുതപ്പെടുന്നത് AD 90-നും 94-നും ഇടയ്ക്ക് ആണെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുക. അതായത് ഈ സംഭവം നടന്ന സമയവും ഇത് എഴുതപ്പെട്ട സമയവും തമ്മിൽ ഏകദേശം 70 വർഷത്തെ ഇടവേളയുണ്ട്. പക്ഷേ താൻ ഈശോയെ ആദ്യമായി കണ്ട നിമിഷം മറന്നു പോകാതെ ആ സമയം പോലും മനസ്സിൽ ഓർത്തു വയ്ക്കുന്ന ക്രിസ്തു ശിഷ്യൻ യോഹന്നാൻ ശ്ലീഹ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഭവം ഇല്ലാത്തത് കൊണ്ടാണോ നമ്മളിങ്ങനെ നടക്കുക? അല്ല. ദൈവം നയിച്ച, ദൈവം പരിപാലിച്ച അനേക സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ നമ്മളതെല്ലാം മറന്നു പോവുകയാണ്. ജീവിതത്തിൻ്റെ തിരക്കുകളിലും വ്യഗ്രതകളിലും ദൈവപരിപാലനയുടെ നിമിഷങ്ങളെയും അനുഭവങ്ങളെയും നമ്മൾ മനസ്സിൽ നിന്ന് മനഃപൂർവ്വമല്ല എങ്കിലും മറന്നു കളയുകയാണ്. യോഹന്നാൻ ശ്ലീഹായുടെ പ്രത്യേകത, അവൻ ഓർത്തു വെച്ചു. അവൻ ദൈവസ്നേഹത്തെ ഒരിക്കലും, ദൈവപരിപാലനയെ ഒരിക്കലും മറന്നു പോകാത്ത ക്രിസ്തു ശിഷ്യനാണ്. ഇങ്ങനെ ഈ യോഹന്നാൻ ശ്ലീഹ ഈശോയോട് കൂടെ വസിച്ചു, ഈശോയെ അനുഭവിച്ചറിഞ്ഞു. ഇനി യോഹന്നാൻ ശ്ലീഹായുടെ രണ്ടാമത്തെ പ്രത്യേകതയായിട്ട് വചനത്തിൽ നമ്മൾ കാണുക, അന്ത്യത്താഴവേളയിൽ ഈശോയുടെ വശസ്സിൽ ചേർന്ന് കിടന്നവനാണ് യോഹന്നാൻ ശ്ലീഹ. ഈശോയുടെ ഹൃദയത്തിൻ്റെ തുടിപ്പുകളെ അനുഭവിച്ചറിഞ്ഞവനാണ്, അല്ലെങ്കിൽ കേട്ടറിഞ്ഞവനാണ്, തൊട്ടറിഞ്ഞവനാണ് യോഹന്നാൻ ശ്ലീഹ. ആരാ ദൈവസ്നേഹത്തിൽ വളരുക? ഈശോയോട് ചേർന്ന് നിൽക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ? പ്രാർത്ഥനയിൽ, വചനത്തിൽ, കൂദാശകളിൽ, ആത്മീയ ശുശ്രൂഷകളിൽ ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവൻ, ഈശോയുടെ മനസ്സറിഞ്ഞവൻ, ഈശോയുടെ ഹൃദയത്തിൻ്റെ മിടിപ്പുകളെ അനുഭവിച്ചറിയാൻ സാധിച്ചവൻ, അവനെപ്പോഴും ഈ ക്രിസ്തു സ്നേഹത്തിൻ്റെ സാക്ഷിയായിരിക്കും. ചേർന്നിരിക്കുക. ആത്മീയ ശുശ്രൂഷകളിൽ, വചനത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ ആഴപ്പെടുക. ചേർന്നിരിക്കുക. അകന്ന് മാറി നിന്നാൽ ശരിയാകില്ല. ചേർന്നിരിക്കുക. ഈ ചേർന്നിരിപ്പാണ് നമ്മുടെ ജീവിതത്തിലെ അഭിഷേകത്തെ ജ്വലിപ്പിക്കുക, അഥവാ ദൈവസ്നേഹത്തിൻ്റെ അഗ്നിയെ ജ്വലിപ്പിക്കുക. ഈശോയുടെ തിരുഹൃദയ രൂപം നമ്മൾ കണ്ടിട്ടുണ്ട്. ജ്വലിക്കുന്ന അഗ്നിയാണത്. എന്ത് അഗ്നി? അത് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ അഗ്നിയാണ്. ഈ സ്നേഹത്തിൻ്റെ അഗ്നി ജ്വലിക്കുന്ന ഈ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നവൻ, അത് വചനമാണ്, അത് കൂദാശകളാണ്. പ്രാർത്ഥനയിൽ ഈ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നവൻ ഈ ദൈവസ്നേഹത്തിൻ്റെ അഗ്നി തൻ്റെ ഹൃദയത്തിലേക്കും ഏറ്റുവാങ്ങും. എന്ന് പറഞ്ഞാൽ തീക്കനലിനോട് ചേർന്നിരിക്കുന്ന കരിക്കട്ട അല്പസമയത്തിനുള്ളിൽ തീക്കനലായി മാറും എന്നതുപോലെ തന്നെ. വീണ്ടും യോഹന്നാൻ ശ്ലീഹായെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ കാണുന്ന മറ്റൊരു യാഥാർത്ഥ്യം, കുരിശിൻ ചുവട്ടിൽ കുത്തിത്തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയം നേരിട്ട് കണ്ടവനാണ് യോഹന്നാൻ ശ്ലീഹ. ആ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയ രക്തവും വെള്ളവും നേരിട്ട് കണ്ടവനാണ്, അഥവാ അത് സ്വീകരിച്ചവനാണ് യോഹന്നാൻ ശ്ലീഹ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? സ്നേഹത്തിൻ്റെ പ്രവാഹത്തെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ദൈവത്തോട്, ദൈവിക രഹസ്യങ്ങളോട് ചേർന്നിരുന്നാൽ, കുരിശിനോട് ചേർന്നിരുന്നാൽ, ക്രൂശിതനോട് ചേർന്നിരുന്നാൽ, ദിവ്യകാരുണ്യത്തോട് ചേർന്നിരുന്നാൽ, നമ്മുടെ ഉള്ളിലും ഈ സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ ആരംഭിക്കും. സ്നേഹമായ ദൈവത്തെ അനുഭവിച്ചറിയാതെ ഒരിക്കലും നമുക്കത് പ്രഘോഷിക്കാനാവില്ല. അതുകൊണ്ട് അന്ത്യശാസനം എന്നതുപോലെ ഈശോ തന്ന ഒന്നാമത്തെ കൽപ്പന അനുഭവിച്ചറിയുക. ആരെ? സ്നേഹം തന്നെയായ ദൈവത്തെ. അതിന് ഒരുപാട് സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ അതിന് ഒരുപാട് അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നെ ഒരുക്കി തരുന്നുണ്ട്. അവയെ സ്വീകരിക്കുക,
അവയെ തിരിച്ചറിയുക. രണ്ടാമത്തെ വശമാണ് ഈ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. സ്നേഹം അനുഭവിച്ചറിഞ്ഞവന് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാതിരിക്കാനാവില്ല. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. പറഞ്ഞു വെച്ചു, എങ്ങനെയെങ്കിലും സ്നേഹിച്ചാൽ പോരാ, പിന്നെയോ കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. അതായത് ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത അത് കരുണയാണ് എന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തിന് 3 തലങ്ങളുണ്ട് എന്ന് പറയാറുണ്ട്. അതായത് നമുക്കിഷ്ടം തോന്നാം, നമുക്ക് സ്നേഹം തോന്നാം. ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, ദൈവിക സ്നേഹമുണ്ട്. എന്താണ് ഈ 3 തലങ്ങൾ തമ്മിലുള്ള വ്യത്യാസം? ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ആ വ്യക്തിയുടെ നന്മകളെ അംഗീകരിക്കുന്നു എന്നതാണ്. എനിക്കൊരാളോട് ഇഷ്ടം തോന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ചില പ്രത്യേകതകൾ, ചില നന്മകൾ, അതിനെ ഞാൻ സ്വീകരിക്കുന്നു, അംഗീകരിക്കുന്നു എന്നാണ്. അത് ഏതൊരു ജീവജാലങ്ങളിലും ഈ ഇഷ്ടത്തിൻ്റെ തലമുണ്ട്. എന്നാൽ ഇഷ്ടം സ്നേഹമായിട്ട് വളരണം. നമ്മൾ മാനുഷിക ഭാവത്തിലേക്ക് വളരുമ്പോൾ യഥാർത്ഥ മനുഷ്യൻ ഇഷ്ടപ്പെടുകയല്ല, സ്നേഹിക്കുകയാണ്. ഇഷ്ടപ്പെടുകയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഇഷ്ടപ്പെടുകയല്ല, മറിച്ച് ഇഷ്ടം സ്നേഹത്തിലേക്ക് വളരും. സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താ? ഒരു വ്യക്തിയുടെ കുറവുകളെയും കഴിവുകേടുകളെയും നന്മകളെയും പോരായ്മകളെയും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് സ്നേഹം. ഉദാഹരണമായി പറഞ്ഞാൽ ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. എന്താണ് സ്നേഹം? തൻ്റെ ജീവിത പങ്കാളിയിലുള്ള കുറവുകളെയും പോരായ്മകളെയും നന്മകളെയും എല്ലാം ഉൾക്കൊള്ളുന്ന ഭാവത്തിലേക്ക് വളരുമ്പോഴാണ് ഭാര്യാഭർത്തൃബന്ധത്തിൽ സ്നേഹം വളരുന്നു എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ മാനുഷിക ഭാവത്തിലേക്ക് വളരുക. ഈ മാനുഷിക ഭാവത്തെ ഉദാത്തീകരിക്കുന്നതാണ് ദൈവിക സ്നേഹം. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ സ്വാർത്ഥതയുടെ അംശമുണ്ട് എന്നതാണ്. എന്ന് പറഞ്ഞാൽ അപ്പൻ മക്കളെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ മക്കൾ അപ്പനെ സ്നേഹിക്കുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ തങ്ങളെ സ്നേഹിക്കണം എന്ന ഒരാഗ്രഹം കിടക്കും. അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നേരാവണ്ണം നോക്കി നടത്തണം എന്നൊരാഗ്രഹം കിടക്കും. സ്വാഭാവികമാണത്. മാനുഷിക ബന്ധങ്ങളിൽ ഈ സ്വാർത്ഥതയുടെ അംശമുണ്ട്. അത് തെറ്റാണെന്ന് അല്ല സൂചിപ്പിക്കുക, മറിച്ച് ദൈവിക ഭാവത്തിലേക്ക് വളരുമ്പോൾ ഈ സ്വാർത്ഥതയുടെ അംശം ഇല്ലാതാകുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാത്ത സ്നേഹം. ഇങ്ങനെ ചിന്തിക്കാം, ഞാനെന്ന വ്യക്തിയെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ നഷ്ടങ്ങളുടെ കണക്കുകളല്ലാതെ നേട്ടത്തിൻ്റെ യാതൊരു കണക്കുമുണ്ടാകില്ല. ഞാനെന്ന വ്യക്തിയെ സ്നേഹിച്ചില്ലെങ്കിലും ദൈവത്തിന് ഒന്നും നഷ്ടപ്പെടാനില്ല. ഞാനെന്ന വ്യക്തിയെ സൃഷ്ടിച്ചില്ലെങ്കിലും കർത്താവിന് ഒന്നിനും കുറവുണ്ടാവുകയില്ല. പക്ഷേ അവിടുന്ന് എന്നെ സ്നേഹിച്ചു, സൃഷ്ടിച്ചു. അതാണ് ദൈവിക സ്നേഹത്തിൻ്റെ പ്രത്യേകത. വ്യവസ്ഥകളില്ലാത്ത സ്നേഹം. വ്യവസ്ഥകളില്ലാത്ത സ്നേഹം എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല, എന്ത് കൊടുക്കാൻ സാധിക്കും എന്ന് അന്വേഷിക്കുന്ന സ്നേഹം. കുരിശിൽ നമ്മൾ കാണുന്നത് അത് തന്നെ. അവസാനത്തുള്ളി രക്തം വരെ തന്നുകൊണ്ടുള്ള സ്നേഹം. അവസാന ശ്വാസം വരെ നമ്മെ സ്നേഹിക്കുന്ന കാരുണ്യം. ഇതിനെയാണ് കാരുണ്യം എന്ന് പറയുക. അപ്പോൾ ഒരു വ്യക്തി ക്രിസ്തു ശിഷ്യനാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ ദൈവിക സ്നേഹത്തിലേക്ക് വളരുക എന്നതാണ്. ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ അയൽക്കാരെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഇടവകയെ സ്നേഹിക്കുന്നുണ്ട്. ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. പക്ഷേ
ഈ സ്നേഹം ഈശോ സ്നേഹിച്ചതുപോലെ ആയോ? ആയെങ്കിൽ നീ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനാണ്. ഈ സ്നേഹം നമ്മളിലൂടെ മറ്റുള്ളവർ അനുഭവിച്ചറിയുമ്പോൾ അവർ നമ്മളിൽ ക്രിസ്തു സാന്നിധ്യമാണ് അനുഭവിക്കുക. അതാണ് നല്ല സമരിയാക്കാരൻ്റെ ഉപമ പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞത്. ഇവിടെ ഈ സമരിയാക്കാരൻ മുറിവേറ്റ ഈ മനുഷ്യനെ തൻ്റെ കഴുതപ്പുറത്ത് കയറ്റി സത്രത്തിൽ കൊണ്ടുചെന്നാക്കി പരിചരിച്ചാൽ ഇവനൊന്നും കിട്ടാനില്ല. മറിച്ച് അവൻ്റെ കയ്യിലുള്ളത് കൂടി, അവൻ്റെ സമയം, അവൻ്റെ സമ്പത്ത് ഇതെല്ലാം നഷ്ടപ്പെടുകയാണ്. പക്ഷേ അതൊരു നഷ്ടമായിട്ട് അവൻ കാണുന്നില്ല. മറിച്ച് ഈ വ്യക്തിയെ തന്നെ പോലെ സ്നേഹിക്കുകയാണ്. കയ്യിലുള്ള 2 ദനാറ സത്രക്കാരൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ്, ഇവൻ്റെ കാര്യം നോക്കിക്കോണം, കൂടുതലായി എന്തെങ്കിലും ചിലവായാൽ തിരികെ വരുമ്പോൾ ഞാനത് തന്നുകൊള്ളാം. എന്നിട്ട് ഈശോ അവസാനം കൂട്ടിച്ചേർക്കുന്നൊരു വാക്യമുണ്ട്, നീയും പോയി അതുപോലെ ചെയ്യുക. ഇതാണ് ക്രിസ്തു ശിഷ്യൻ്റെ സ്നേഹത്തിൻ്റെ മാതൃക എന്ന് ഈശോ വ്യക്തമായിട്ട് പഠിപ്പിക്കുക. ഈ സ്നേഹം നമ്മൾ അനുഭവിച്ചാൽ മറ്റുള്ളവരും അതനുഭവിച്ചറിയാൻ ഇടയാകും. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു കൃപയിലേക്ക് വളരണം നാം. ഈ സ്നേഹം അനുഭവിച്ചറിഞ്ഞാൽ ഒരുപക്ഷെ ജീവിതത്തിൽ ചില പാളിച്ചകൾ വന്നാലും നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിയെത്തും, ഓടിയെത്തും. ധൂർത്തപുത്രൻ്റെ ജീവിതത്തിൽ മാനസാന്തരമുണ്ടായത് സ്നേഹം തിരിച്ചറിഞ്ഞപ്പോഴാണ്. അതായത് പന്നിക്കൂട്ടിൽ കിടന്ന അവൻ ക്ഷാമത്തിലായി, അവൻ ഞെരുക്കത്തിലായി, പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കാൻ അവൻ ആഗ്രഹിച്ചു. പക്ഷെ അതുപോലും കിട്ടിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവൻ സ്നേഹിക്കുന്ന തൻ്റെ അപ്പനെക്കുറിച്ച് ഓർത്തു. ആ ഓർമ്മയാണ് അവനെ പന്നിക്കൂട്ടിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ സ്നേഹത്തിൻ്റെ അഭിഷേകം സ്വീകരിക്കാൻ, അതായത് സ്നേഹമായ ദൈവത്തെ അനുഭവിച്ചറിയാൻ, ആ സ്നേഹം നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക്, നമ്മുടെ സഹോദരങ്ങളിലേക്ക്, ലോകം മുഴുവനിലേക്കും പങ്കുവെച്ചു കൊടുക്കാൻ നമുക്ക് കൃപ നേടണം, അഭിഷേകം നേടണം. അതാണ് ഈശോ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഈ സ്നേഹം അനുഭവിക്കുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ്. ഈ ആത്മാവിൻ്റെ അഭിഷേകം നിറയാൻ നമുക്ക് ആഗ്രഹിക്കാം, ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കാരുണ്യവാനായ ഈശോയുടെ മുൻപിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. സ്നേഹം തന്നെയായ ദൈവം ഈ പ്രകാശം നമ്മളിലേക്ക് ചൊരിയുന്നു. ഈ സ്നേഹത്തിൽ ആഴപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. സ്നേഹത്തിൻ്റെ പ്രകാശമായ ഈശോ ആ പ്രകാശം നമ്മളിലേക്ക് വർഷിച്ചു നൽകുകയാണ് ഈ നിമിഷങ്ങളിൽ. കർത്താവിൻ്റെ കരുണയോർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മുടെ മാതാപിതാക്കളിലൂടെ, നമ്മുടെ സഹോദരങ്ങളിലൂടെ കർത്താവിൻ്റെ കരുതലും സ്നേഹവുമാണ് നാം അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത്. തിരുസഭയിലൂടെ, കൂദാശകളിലൂടെ, വചനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ അവിടുത്തെ വാത്സല്യമാണ് നാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ആ സ്നേഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. കർത്താവായ ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും തിരുമുൻപിലേക്ക് സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. സ്നേഹമായ അങ്ങയെ തിരിച്ചറിയാൻ സാധിക്കാതെ പോയ ഓരോ നിമിഷങ്ങളെയും ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. സ്നേഹമായ അങ്ങ് ഞങ്ങളെ പരിപാലിച്ചിട്ടും ആ സ്നേഹത്തെ മറന്നുപോയ ഓരോ നിമിഷങ്ങളെയും ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. വ്യവസ്ഥകളില്ലാതെ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു. പക്ഷേ ആ സ്നേഹം തിരിച്ചറിയാനോ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനോ സാധിക്കാതെ പോയ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളെയും ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. ഈശോയെ, ഇനിയുള്ള ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ അങ്ങയെ അനുഭവിച്ചറിയാൻ, അങ്ങയോട് കൂടെ വസിച്ചുകൊണ്ട്, അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർന്നിരുന്നു കൊണ്ട്
ക്രൂശിതനായ അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് സ്നേഹത്തിൻ്റെ അഭിഷേകം സ്വീകരിക്കാൻ, ജീവിതത്തിൽ ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളുടെ ഹൃദയത്തിൽ, ജീവിതത്തിൽ ദൈവം സ്നേഹമാണ് എന്ന്, ദൈവം കരുണയാണ് എന്ന് ഞങ്ങളുടെ ജീവിതം കൊണ്ട്, ഞങ്ങളുടെ വാക്കുകൾ കൊണ്ട്, ഞങ്ങളുടെ പെരുമാറ്റം കൊണ്ട്, ഞങ്ങളുടെ ജീവിത ശൈലി കൊണ്ട് എഴുതി ചേർക്കാൻ കർത്താവേ, കൃപയും ശക്തിയും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കല്ലായിപ്പോയ മനസ്സുകളെ അങ്ങ് സ്പർശിക്കണമേ. പ്രത്യേകമാവിധം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങ് സ്പർശിക്കണമേ. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികളിലേക്കും അങ്ങേ കൃപയുടെ വലിയ അഭിഷേകം നിറയ്ക്കണമേ. ഞാൻ തനിച്ചല്ല, ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന ആഴമായ ബോധ്യത്തിലേക്ക് ദൈവജനത്തെ കർത്താവെ അങ്ങ് നയിക്കണമേ. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഈ വചനത്തിൻ്റെ കൃപയും അഭിഷേകവും ദൈവജനത്തിലേക്ക് നിറയട്ടെ, ഓരോ ജീവിതങ്ങളിലേക്കും നിറയട്ടെ. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ഈ ജീവൻ്റെ സമൃദ്ധി, ഈ സ്നേഹത്തിൻ്റെ സമൃദ്ധി ഓരോ ജീവിതങ്ങളിലും നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.